വെളുത്ത പശയിൽ നിന്ന് 15,000 കോടിയിലധികം മൂല്യമുള്ള ബ്രാൻഡിലേക്ക് ഫെവിക്കോൾ എങ്ങനെ പതിറ്റാണ്ടുകളായി എതിരാളികളില്ലാത്ത മാർക്കറ്റ് ലീഡറായി മാറി? 1959 പിഡിലൈറ്റ് ഫെവിക്കോൾ ആരംഭിച്ച വർഷം. അന്നവർ ആ പ്രോഡക്റ്റ് റീറ്റെയിൽ കടകളിൽ വിൽക്കാൻ ശ്രമിച്ചില്ല. പകരം അവർ ആശാരിമാരിലും ഫർണിച്ചർ നിർമ്മാതാക്കളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ കാലത്ത് ഇന്ത്യൻ ആശാരിമാർ മൃഗക്കൊഴുപ്പ് അടിസ്ഥാനമാക്കിയുള്ള പഴയകാല പശയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവർക്കത് ചൂടാക്കി കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതിനുള്ള പരിഹാരമായിരുന്നു ഫെവിക്കോൾ അവതരിപ്പിച്ചത്. മിനുസമാർന്നതും ഉപയോഗിക്കാൻ തയ്യാറായതുമായ പശ അവർ പ്ലാസ്റ്റിക് ബക്കറ്റുകളിൽ അവതരിപ്പിച്ചു. ചൂടാക്കേണ്ടതില്ല, മിശ്രിതമാക്കേണ്ട, നേരിട്ട് പ്രയോഗിച്ച് ഒട്ടിക്കുക. ഈ ലളിതമായ നവീകരണത്തിൽ നിന്നാണ് വിപ്ലവം ആരംഭിച്ചത്. പൊതുവെ പാർപ്പിട നിർമ്മാണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ബോറടിപ്പിക്കുന്ന രീതിയിലായിരിക്കും പരസ്യങ്ങൾ. എന്നാൽ ഫെവിക്കോൾ സ്വീകരിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ആളുകൾ ഒട്ടിക്കിടക്കുന്ന അവസ്ഥ മുതൽ ഓടുന്ന ബസ്സിൽ പോലും പറ്റി നിൽക്കുന്ന ആളുകൾ വരെയും, പൊട്ടാത്ത മുട്ട തുടങ്ങി അങ്ങനെ ഓൾ ടൈം ക്ലാസിക് പരസ്യങ്ങൾ. ഇവ ഫെവിക്കോളിനെ ഒരു ഉൽപ്പന്നമാക്കാതെ ഒരു സംസ്കാരമാക്കി മാറ്റി. എതിരാളികൾ പുതിയ ബദലുകൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫെവിക്കോൾ മാറ്റങ്ങൾ നടത്താതെ പഴയ പ്രൊഡക്റ്റിൽ തന്നെ നിലനിന്നു. ഫെവിക്വിക്ക്, ഫെവിസ്റ്റിക്, ഫെവിക്കോൾ മറൈൻ തുടങ്ങി വിപുലമായ ഉൽപ്പന്നങ്ങൾ. എതിരാളികൾ നേരിട്ട് ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചപ്പോൾ ഫെവിക്കോൾ ആ സർവീസിനെയും വിശ്വസ്തതയും മുൻനിരയിലെത്തിച്ചു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം, നിങ്ങളുടെ പ്രധാന ഉപഭോക്താവിനെ മനസ്സിലാക്കുക, ശക്തമായ ബ്രാൻഡിംഗ് നിർമ്മിക്കുക. ഫെവിക്കോൾ പോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ് വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത് ഏത് ബിസിനസ് ഐഡിയ ആണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ് വാല, ബി ദ ബോസ്.